ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലാണ് ഇന്ന് നമുക്കൊപ്പം അതിഥി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ ബിനു ചുള്ളിയിൽ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാവോ അങ്ങേക്ക്? കേൾക്കാം. ഓക്കെ ഓക്കെ. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നന്നായി പോകുന്നു. ഓക്കെ. ശ്രീ ബിനു ചുള്ളിയിൽ, ഇപ്പം ഒരു തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലത്തിൽ തെരുവിൽ മാത്രമല്ല, അല്ലെങ്കിൽ പ്രതിഷേധ വഴികളിൽ മാത്രമല്ല, കോടതിയിൽ പോലും ജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ്. നവകേരള സർവേ തൽക്കാലം പൂട്ടിക്കെട്ടാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാട് നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെയാണ്. കേരളത്തിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വളരെ കൃത്യമായി പറഞ്ഞ അവസാന നാളുകളിൽ വലിയ തീവെട്ടിക്കൊള്ള നടത്താൻ നോക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നവകേരള സർവേ എന്ന് പറഞ്ഞ് കേരളത്തിലെ 20 കോടി രൂപയോളം മുടക്കി അതിന് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒക്ടോബർ 8-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുന്നതെങ്കിൽ അത് സെപ്റ്റംബർ 28-ാം തീയതി തന്നെ പാർട്ടി സെക്രട്ടറി ലെറ്റർ കേരളത്തിലെ മുഴുവൻ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റികൾ കൊടുക്കുന്ന സാഹചര്യം. അന്നേരം ഇതെല്ലാം കേരളത്തിലെ പൊതുജനവും കോടതിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഒരു സൈഡിൽ ഇത്തരത്തിൽ നവകേരള സദസ്സിൻ്റെ പേര്, നവകേരള സർവേയുടെ പേരിൽ പൈസ തട്ടിയെടുക്കാൻ നോക്കുന്നു. അതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആഗോള അയ്യപ്പ സംഘം എന്ന പേരിൽ എത്രമേൽ തീവെട്ടിക്കൊള്ളയാണ് അവിടെ നടന്നതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ജയകുമാർ സാറിനെ പോലെ ആളുകൾ പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടു. 4000 പേർ ആരാണ് ഭക്ഷണം കഴിച്ചതെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്ന പൊതു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ പരമാവധി പണം കളക്ട് ചെയ്യുവാനുള്ള ബോധപൂർവമായ ചില ഇടപെടൽ, ചില ശ്രമങ്ങളുണ്ട്. ഏതൊക്കെയോ PR ഏജൻസികൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ചെയ്യുന്ന ചെയ്തികൾ തന്നെയാണ് ഇതെല്ലാം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ബിനു, ഇപ്പോൾ നവകേരള സർവേയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ സർക്കാർ ചെലവിൽ നടത്തുക എന്ന ഉദ്ദേശം എന്ന് തന്നെയാണോ കരുതുന്നത്? ഏതായാലും ഒരു മാസമായി ഈ സർവേ തുടങ്ങിയിട്ട് ഇത് തുറന്നു കാട്ടുക എന്ന ഉദ്ദേശത്തോടെ യൂത്ത് കോൺഗ്രസ് പ്രചാരണം നടത്തുമോ? അതായത് ഈ സർവേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നവകേരള സർവേ എന്ന് പറഞ്ഞ് ഇവർ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ 85 ലക്ഷം വീടുകളിലേക്ക് ഈ സർവേ നടത്താനാണ് തീരുമാനിച്ചത്. യാതൊരു മാനദണ്ഡവുമില്ലാതെ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് SFI DYFI പ്രവർത്തകരാണ്. കാരണം ഒക്ടോബർ 28-ാം തീയതി ഈ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം എങ്ങനെയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സെപ്റ്റംബർ മാസത്തിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ ലെറ്റർ കൊടുക്കുന്നത്. അന്നേരം ഇത് എന്ന് പറയുന്ന വളരെ ബോധപൂർവമുള്ള ഒരു ഇടപെടലാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു PR എക്സസൈസിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ സർവേ ആയിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആലൂഷ്യ സേവരാണ് കോടതിയെ സമീപിച്ചത്. കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കോടതി അത് നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അന്നേരം അതിൽ ചെലവഴിച്ച പണത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട്, കോടതിയോട് വരും ദിവസങ്ങൾ കണക്ക് കാണിക്കേണ്ട ഉള്ള സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഇത് നവകേരള സർവേയുടെ കാര്യമാണ് ഏറ്റവും അവസാനം സംഭവിച്ചെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ഏതൊക്കെല്ലാം കാര്യങ്ങളാണ് ഗവൺമെൻറ് ഇതിനു മുമ്പ് ഇടപെട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളോട് ദൈനംദിനം പറയാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പറയാനും രാഷ്ട്രീയമായി തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ പണമാണ്. ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും, എന്ത് ധിക്കാരവും, എന്ത് ധാർഷ്ട്യവും കാണിക്കാമെന്നുള്ള തരത്തിൽ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അന്നേരം നമ്മൾ ഓർക്കുന്നില്ല ആശമാരുടെ സമരം തിരുവനന്തപുരത്ത് എത്രയോ ദിവസം അവർ സമരത്തിനിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് അല്ല പറയുന്നത്, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അവരെ ഒന്ന് കേൾക്കാൻ നമ്മളതിനകത്ത് അത് നേരത്തെ ഞാനതൊരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പറഞ്ഞാൽ VS-നെ പോലെയുള്ള അല്ലെങ്കിൽ നയനാരെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, അവരായിരുന്നു ഒന്ന് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? എത്രയോ നാള് മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ ഇല്ലാതെ അവരവിടെ കിടക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്നത് പൈസ ഓണറേറിയം അടക്കം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 100%. ഞാൻ പറഞ്ഞ ഒരു ഭരണകൂടത്തെ അതൊരു ഔദാര്യമല്ല.
നമ്മൾ ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഔദാര്യം പോലെയാണ് പറയുന്നത്. പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, റോഡ് നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, ഒരു ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഈ നാട്ടിൽ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ചെയ്യുന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ ഇപ്പം നവകേരള സദസ് എന്ന് പറഞ്ഞ് ഒരു പരിപാടി നടത്തി. നവകേരള സദസ് എന്ന് പറഞ്ഞിട്ട് അത് ഏതോ ഒരു PR ഏജൻസി ഏൽപ്പിച്ച ഒരു വർക്ക് പോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സിൽ മുഴുവൻ മന്ത്രിമാരും വന്നു നിന്ന് എത്രമേൽ ആഡംബരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അതിനെ ആക്രമിക്കുന്നവരെ ന്യായീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കണ്ടു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനമുണ്ട്? എത്ര കോടി രൂപയാണ് അതിൻ്റെ പേരിൽ ചെലവഴിക്കപ്പെട്ടത്? അന്ന് കേരളത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് AK ബാലൻ പറഞ്ഞത് ഈ ബസ് മ്യൂസിയത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അത്രമേൽ വില കുറഞ്ഞ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ അപ്പുറത്ത് എന്ത് ഗുണമാണ് മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അന്നേരം ഇതെല്ലാം തങ്ങൾ ചെയ്യുന്നതിനെ ഒരു ചെറിയ കാര്യത്തെ പോലും പർവ്വതീകരിക്കാൻ ഇന്ന് കേരളത്തിൻ്റെ തെരുവിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ കമാനങ്ങളായുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് രണ്ട് സൈഡിലും കാണാം. എത്ര കോടി രൂപയാണ് ഇതിനൊക്കെ മുടക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഈ സർവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ, അതിദരിദ്രരില്ലാത്ത നാടാണ് കേരളം എന്ന് പറഞ്ഞ് നവംബർ 1-ാം തീയതി വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു. വലിയ രീതിയിൽ നിങ്ങൾക്ക് എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അതിൽ മോഹൻലാലിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് ഇത് എല്ലാം ഒരു PR ആണ്. അത് ചെറിയ കാര്യം ചെയ്താലും അത് പുതിയ കാലഘട്ടത്തിൽ ശ്രീ ബിനു ചുള്ളിയിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് കാലമാണ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് പറയൂ പൂർത്തീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് അന്നേരം ഇത് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ചെയ്ത നല്ല ഏറ്റവും അവസാനം 2 വിഷയങ്ങളാണ് ഈ കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് ആഗോള അയ്യപ്പ സംഘവും, ഒന്ന് സർവേയും. അതിലൊക്കെ എന്താണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്? ഗവൺമെന്റിന്റെ നിലപാട് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിൽ വരവ് ചിലവ് കണക്ക് ആഗോള അയ്യപ്പ സംഘത്തിന് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ട് കണക്ക് കാണിക്കാതെ കോടതിയെ ഭയന്നുകൊണ്ട് എവിടുന്ന് ഒരു തട്ടിക്കൂട്ട് കണക്ക് കൊണ്ട് കാണിച്ചിട്ട് ഇല്ലാത്ത ഭജനയുടെ പേരിൽ ഒരു കട്ടിലിന്റെ പേരിൽ ആരാണ് ഇത്രയും വലിയ ആരാണ് കിടന്നത്? പമ്പയിൽ അയ്യപ്പന്മാർ വരുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാറിലും കുമരകത്ത് റിസോർട്ടിൽ ഞാൻ വിശദാംശം ആ ഒരു ചർച്ചയുണ്ടല്ലോ, ഇതെല്ലാം ജനത്തിനറിയാം. അതുകൊണ്ട് ഈ സർവേയും അത്തരത്തിലൊരു കാര്യം മാത്രമാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതാണ്. യെസ്, ശ്രീ ബിജു അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതെല്ലാം ആളുകളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കണല്ലോ. ഇപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ്, KSU സ്ഥാനാർത്ഥികൾ സംസ്ഥാനമാകെ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പണ്ടൊക്കെ വാശി പിടിക്കേണ്ട അവസ്ഥ ഉള്ളതുപോലെ ഇപ്പോൾ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നു എന്നാണോ കരുതേണ്ടത്? അതോ ഇത്തവണയും യുവാക്കളുടെ വലിയൊരു സംഘം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുമോ ശ്രീ ബിനു ചുള്ളി? കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ടൈറ്റ് ഫൈറ്റുള്ള, എന്നാൽ ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ബാലികേറാമലയായിരുന്ന പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, KSU-വിൻ്റെ ഭാഗത്തു നിന്ന്, വനിതകളുടെ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരൊക്കെ മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടായെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിക്കുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. അത് ഫൈറ്റ് ചെയ്യുന്ന സീറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചെറുപ്പക്കാരെ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കും. അത് എല്ലാ വിഭാഗത്തിൽ ലീഡർഷിപ്പ് തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, അതിൻ്റെയുള്ള സംവിധാനങ്ങളിലൂടെ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം. ചെറുപ്പമെന്നോ പ്രായമെന്നോ അല്ലെ മധ്യവയസ്കനെന്നോ ഒന്നുമില്ല. ജയസാധ്യത ആർക്കാണോ ഉള്ളത് അവരെ കൃത്യമായി തന്നെ പരിഗണിക്കുമെന്ന് പാർട്ടി നേതൃത്വം തന്നെ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ആശങ്കകളില്ല. ഓക്കെ, ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം കൂടി ചോദിക്കാം ശ്രീ ബിനു. ഇപ്പം ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് സീറ്റ് ചർച്ചയ്ക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയില്ല. അങ്ങനെ ഒന്നും നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. KPC പ്രസിഡന്റുമായിട്ടും ബഹുമാന കോൺഗ്രസ് നേതൃത്വമായിട്ടും ഞങ്ങൾ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് എന്നുള്ള ആശയവിനിമയം നടത്തുമല്ലോ. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പം പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് കഴിഞ്ഞ ഉപതിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ
ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. BJP അവരുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അവിടേക്ക് അവരുടെ BJPയുടെ എക്കാലത്തെയും ഒരു ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്ന വാർത്ത അത് ഏറെക്കുറെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തവണ പാലക്കാട് UDFന്റെ പ്രകടനം അല്ലെങ്കിൽ UDFന്റെ തീരുമാനം എന്തായിരിക്കും? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാം മറന്ന് പാർട്ടി ഇനി മത്സരിപ്പിക്കാൻ ഇറക്കുമോ ശ്രീ ബിനു ചുള്ളിയിൽ? അങ്ങേക്ക് എന്താ മനസ്സിലാവുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി ഒരു വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ആരോപണ വിധേയരായിട്ടുള്ള CPMന്റെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് മുകേഷിനെ പോലെയുള്ള, ഞാൻ പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, അത്തരത്തിലുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിട്ട് പോലും വളരെ കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് തന്നെ ലീഡർഷിപ്പിന് അത്തരത്തിൽ ലീഡർഷിപ്പ് പറയുന്ന സാഹചര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കോൺഗ്രസിൻ്റെ അല്ലെ UDFന്റെ ഒരു മണ്ഡലമാണത്. എല്ലാ ഘട്ടത്തിലും BJP അത്തരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് വലിയ തെരഞ്ഞെടുപ്പിൽ ഒരു ഏറ്റവും നാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മെട്രോ ശ്രീധരനെ പോലുള്ള ആളുകൾ മത്സരിച്ചിട്ട് പോലും വലിയ മുന്നേറ്റം UDFനും കോൺഗ്രസിനും ഉണ്ടാക്കാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണയും ഒരു തർക്കവുമില്ല, ഐക്യജനാധിപത്യ മുന്നണി UDF പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും വിജയിക്കും. അത് മുന്നണിക്കും കോൺഗ്രസിനുമുള്ള പിന്തുണയായി ജനം നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ശ്രീ ബിനു ചുള്ളിയിൽ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രഖ്യാപിച്ചതാണ് 30 വീട്. ആ പണം KPCCയെ ഏൽപ്പിച്ചു. അത് വാഗ്ദാനം നിലവിലും 30 വീടാണ്. അതിനി കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറിയോ അതോ യൂത്ത് കോൺഗ്രസ് അതിൽ ഇടപെടുന്നുണ്ടോ ശ്രീ ബിനു ചുള്ളിയിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട് നമ്മൾ അന്ന് കാണാത്തൊരു വലിയ ദുരന്തമായിരുന്നു. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തമുഖത്ത് പിന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഴുവൻ യുവജന സംഘടനകളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. അന്നേരം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഒരു പക്ഷേ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഒരു പക്ഷേ എല്ലാവരും പറയുന്ന കാര്യമല്ല, ഒരു ഗവൺമെൻറ്റിനെ പഴി പറഞ്ഞ് അല്ലെ ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കാം. പക്ഷേ സമൂഹത്തോട് കടപ്പാടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുമെന്ന് കരുതി തന്നെയാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്. വയനാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. വയനാട്ടിൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് പോലും ഭൂമി ഏത് ഘട്ടത്തിലാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്നേരം ഞങ്ങളോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ ലീഡർഷിപ്പിനോട് ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞിട്ടുള്ളത് ഭൂമി തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അന്നേരം അത്തരത്തിൽ ഭൂമി നൽകാതെ അല്ലെങ്കിൽ കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഭൂമി കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി. അന്നേരം യൂത്ത് കോൺഗ്രസ് എന്നുള്ള നിലയിൽ അപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി അതിന് ഭൂമി കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പാർട്ടിയോട് ആലോചിച്ച് നമ്മൾ കളക്ട് ചെയ്ത പൈസ അത് പാർട്ടിയെ ഏൽപ്പിച്ച് വളരെ കൃത്യമായി തന്നെ വസ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് വളരെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരം പ്രതി അത് ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങളും പൊതുപ്രവർത്തനം നടത്തിയ നാട്ടിലുണ്ടല്ലോ, നാളുകളും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദ്യം ചോദിക്കാമല്ലോ ഇത് ചെയ്യാത്ത എന്താണെന്ന്. അതുകൊണ്ട് 100% നമ്മൾ ഏറ്റെടുത്ത കാര്യം പറഞ്ഞ വാക്ക് കൃത്യമായി തന്നെ പാലിക്കും. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം കൊണ്ട് അല്ലെങ്കിൽ ഇന്നലകളിലുമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അത് പറഞ്ഞ വാക്ക് 100% സത്യസന്ധമായി തന്നെ പാലിക്കും. ഓക്കെ, ശ്രീ ബിനു ചുള്ളിയിൽ അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.